അമ്പിളിപ്പൂങ്കുല മെയ്യിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചള തോട കഴുത്തിൽ കലവില പാടും
കളഞ്ഞല്ലോ. അയ്യോ, പാടി തകർത്ത് കളഞ്ഞു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. സന്താനത്തിന് എന്ത് തോന്നുന്നു? ഒരുവിധം നന്നായി പാടിയെന്ന് തോന്നുന്നു. വളരെ നന്നായിട്ട് പാടി. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും സന്താനത്തിനെ ഒന്നിച്ച് അഭിനന്ദിക്കാം. Give him a big hand. Come on. But നമ്മൾ എത്ര നന്നായെന്ന് പറഞ്ഞാലും പ്രയോജനമില്ലല്ലോ. വിലയിരുത്തേണ്ടത് ജഡ്ജസ് ആണല്ലോ. അവരുടെ വിധിയാണ് നിർണായകം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ശരി ശരത് സർ. മോനെ സന്താനമേ, സാർ, രജനി പറഞ്ഞത് പാടി തകർത്തുന്നല്ലേ? സന്താനം ഒരു പരമ അയ്യഭക്തനായതുകൊണ്ട് ഞാനൊരു 18 പടി കയറ്റി പറയുകയാണ്. വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ രജനിയുടെ സംഗതികളിൽ എനിക്ക് അത്ര വിശ്വാസം പോരാ. മോൻ പാടിയത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ മഹാ നന്നായിരുന്നു. താങ്ക് യു സാർ. സന്താനം, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ മോനെ? ഞാൻ പാട്ടേ പഠിച്ചിട്ടില്ല. എല്ലാവർക്കും പാട്ടൊരു ആവേശമോ അലങ്കാരമോ ആയിരുന്നെങ്കിൽ എനിക്കതൊരു ഉപജീവനമാണ്. എൻ്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതം. അച്ഛൻ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന ദൈവം തന്നെ ഞങ്ങളുടെ കുടുംബത്തെ ആകെ തകർത്തു കളഞ്ഞു. അമ്മേ, ഇതാ എന്റെ കൂട്ടുകാരൻ. അച്ഛൻ്റെ മരണം കൺമുന്നിൽ കണ്ട അമ്മ ഭ്രാന്തിയായി. എല്ലാ അമ്മമാരും മക്കളെ കൂട്ടുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കൂട്ടുമായിരുന്നു. അമ്മ കരയുമ്പോൾ ആ സങ്കടം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പാടി. ഞാൻ പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ പൊട്ടി പൊട്ടി ചിരിക്കും. അമ്മയുടെ ചിരി കാണാൻ ഞാൻ വീണ്ടും വീണ്ടും പാടും. അമ്മേ, മംഗളദർശന ദായികേ മായ ചിത്രവിദായികേ മൂകാംബികേ ദേവി മൂകാംബികേ. ഞാൻ അമ്മയും കൂട്ടി തെരുവോരങ്ങളിൽ വയറ്റത്തടിച്ച് പാടി നടക്കുമായിരുന്നു. മനസ്സിന്റെ താമരയിൽ മാണിക്യ വീണ മരതക ശ്യാമസുന്ദരി. എൻ്റെ അമ്മ എന്നെ വിട്ട് ഞാൻ കാണാത്ത, ഒരിക്കലും കാണാത്ത ലോകത്തേക്ക് പറന്നുപോയി. മനസ്സിന്റെ താമരയിൽ മാണിക്യ വീണ മീട്ടി മരതക ശ്യാമസുന്ദരി. നല്ലവരായ ഈ നാട്ടുകാർ തന്നെയാണ് എന്നൊരു പാട്ടുകാരനാക്കിയത്. ഞാനും ഒരു പാട്ടുകാരനായി. എല്ലാം ഈശ്വരാധീനം. ഏയ് സന്താനം, don't be silly. Cheer up. Cheer up, man. സന്താനത്തിനെ ആ സർവേശ്വരൻ ഇനി അനുഗ്രഹിച്ച് വിജയങ്ങളുടെ കൊടുമുടിയിൽ എത്തിക്കട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. സൗമ്യ മാഡം, സത്യം പറഞ്ഞാല് സന്താനത്തിന്റെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടപ്പോ എനിക്ക് ഓൾഡ് ഗോൾഡൻ തമിഴ് ഫോക്കിന്റെ ഓർമ്മ വന്നു കേട്ടോ. തമിഴ്നാട്ടിലേക്ക് തന്നെ ഞാൻ പോയി. നന്ദി. TMSഉം വീരമണിയും പിന്നെ ശീർഗാഴി സാറും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പെർഫോം ചെയ്ത ഒരു ഫീൽ എനിക്ക് കിട്ടി. എന്റെ കൂടെ ചെന്നൈയിലേക്ക് വരുന്നോ? നമുക്ക് തമിഴ് ഫീൽഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. സന്താനം, ഇനി പറ, ഇനി പാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഇന്നാണോ ഔട്ടാണോ അറിയില്ല സാർ. പേടിക്കാതെ പറ സന്താനം. അല്ല, അത് സാറ്. അണ്ണാച്ചി, സൗമ്യ. എല്ലാം സാറുമാരുടെ ദയ. മോന്റെ കഥന കഥ കേട്ടിട്ടൊന്നുമല്ല ഞങ്ങള് ഇന്നാക്കിയത്. ഇതിന് കഴിവുള്ളവർ വരിക, മത്സരിക്കുക എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അതുകൊണ്ട് കഴിവിന്റെ അംഗീകാരമാണ് സന്താനം ഇന്നായത്. വളരെ നന്ദിയുണ്ട് സാർ. ഞാനിതൊരിക്കലും മറക്കില്ല. Dear viewers,
ഈ ഒരു റൗണ്ടോട് കൂടി ഇന്നത്തെ നല്ല പാട്ടുകാരെ എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതാ വരുന്നടി നമ്മുടെ ഗാനക്കോകിലൻ, മലയാളത്തിന്റെ അഭിമാനം. ഹലോ മിസ്റ്റർ സൽമാൻ ഖാൻ, കുട്ടിയാനാ തന്നെ. നമസ്കാരം. ഹായ് സുന്ദര. അയ്യോ, അല്ല എന്റെ പേരെന്താ? സൽമാൻ ഖാൻ. അല്ല ചേട്ടാളി ഇപ്പൊ പാടിയ പാട്ട് എന്നെ ഉദ്ദേശിച്ചായിരിക്കും അല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചില്ല. കൊച്ചുകള്ളൻ ഒന്നുകൊണ്ട് പാടിക്കേ. എന്റെ പടച്ചോനെ സുനാമി. We have selected most of the talented figures participated in the preliminary rounds to the coming rounds. എന്നാൽ തുടർന്നുള്ള റൗണ്ടുകളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിരിക്കില്ല. ഫോക്ക്, ഡുവറ്റ്, പെർഫോമൻസ് റൗണ്ട് ആൻഡ് ക്ലാസിക്കൽ. ഈ ഓരോ റൗണ്ടുകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഫർദർ റൗണ്ട്സുകളിലേക്കുള്ള ഐറ്റംസ് നിങ്ങൾക്കിവിടെ സ്വന്തം ചിലവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മമ്മി വിട്, പാടിയ പോരാ, ആടുക അഭിനയിക്കൊക്കെ വേണം. എനിക്ക് വയ്യ. Here you will get free food and accommodation. ബാക്കി എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ സ്വയം വഹിക്കണം. ചേച്ചി, യെസ്, നമുക്കൊരു സംശയം. ചോദിച്ചോളൂ. ഈ ഫുഡിന്റെ കൂടെ പോത്തിറച്ചി ഉണ്ടാവൂ? എന്താ തന്റെ പേര്? സൽമാൻ ഖാൻ. തനിക്ക് വല്ല അംജദ് ഖാൻ എന്നോ ഈദി അമീൻ എന്നൊക്കെ പേരിടുന്നതായിരുന്നു നല്ലത്. വിജയത്തിന് മത്സരത്തിന് കിട്ടുന്ന മാർക്സിന് പുറമെ നിങ്ങൾക്ക് കിട്ടുന്ന SMS വളരെ മുഖ്യമാണ്. എനിക്ക് പഠിക്കണം. MBBS പൂർത്തിയാക്കിയിട്ട് ഒരു ഡോക്ടർ ആവണം. എടി, ഡോക്ടറായി വല്ലവന്റെ കുഷ്ടവും ചോരയും പഴുപ്പും ഒക്കെ തുടക്കേണ്ട ഗതികേട് എന്റെ മോൾക്കില്ല. എന്റെ മോള് ലോകം എങ്ങും അറിയപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരു നല്ല കലാകാരിയായി തീരണമെന്ന ഈ മമ്മിയുടെ ആഗ്രഹം. അതിന് ആട്ടോ അഭിനയൊക്കെ അറിയണ്ടേ മമ്മി? എനിക്കത് അറിയില്ല. തരികിടതോ തരികിടതോ തലാങ്ക് തരികിടതോ ചിത്രാങ്ക് തരികിടതോ തത്താങ്ക് തുമ്പക്കൻ. ഈ കലയെന്ന് പറഞ്ഞ എന്തിനാണ് കലയെന്ന് പറഞ്ഞ? ദൈവികമല്ലേ? ദൈവങ്ങൾ വാരിക്കോരി തരുന്നതല്ലേ? അതെല്ലാവർക്കും കിട്ടൂല്ല അപ്പികളെ. അമ്മക്കിളിയെ കണ്ടാലറിയാം നല്ലൊരു കലാകാരിയാണെന്ന്. അക്കന്റെ പേരെന്തരാ? പക്ഷെ മോളുകിളിയെ കണ്ടാ അറിയാം കലയിൽ വലിയ ലാവണ്യമില്ല അല്ലേ? അതുണ്ടാവണം, ഉണ്ടാക്കണം. അതിനല്ലേ അരവണ ഇരിക്കണം. അല്ല, നിങ്ങളാരാ? വീട്ടു തോട്ടത്തിൽ എല്ലാം കേട്ടുപ്പാൻ ഉൻ വീട് ജന്നൽ കമ്പി എല്ലാമേ കേട്ടുപ്പാൻ എൻ പേര് சொல்லும் சொல்லும் കലാസ്നേഹി ആടാനും ചാടാനും അറിഞ്ഞുകൂടായെങ്കിൽ അതറിയിക്കാൻ കേരള മഹാരാജ്യത്തിൽ ഒരേ ഒരു സകലകലാ വല്ലവനേ ഉള്ളൂ. അതാരാണെന്ന് ചോദിക്കി. അല്ല ആശാനെ, ഈ പട്ടാളത്തിലെ ആട്ടും പാട്ടൊക്കെ പഠിപ്പിക്കോ? പട്ടാളത്തിൽ നിന്നും പഠിച്ചതല്ല, പട്ടാളക്കാരെ പഠിപ്പിച്ചതുകൊണ്ട് കിട്ടിയ പേരാണ്. കാർഗിൽ യുദ്ധ താഴ്വരയിൽ മരം കോച്ചുന്ന മഞ്ഞത്ത് കോച്ചു വലിച്ചു കേൾക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഒരു റിലാക്സിന് വേണ്ടി നൃത്തം പഠിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് നിയമിച്ചതാണ് എന്നെ. അത് ശരി. 4 നൂറ്റാണ്ടിലധികം ഇന്ത്യക്കകത്തും പുറത്തും പഠിച്ചും പഠിപ്പിച്ചും കഴിഞ്ഞ ഞാൻ ഇനി മുതൽ എന്റെ കഴിവുകൾ ഈ കേരള ഭൂവിൽ കലാഭിരുചിയുള്ളവർക്കായി നീക്കിവെച്ചിരിക്കുകയാണ്. കഴിവുള്ളവർക്ക് കഴിവുകൾ പരിപോഷിപ്പിക്കാം, അതില്ലാത്തവർക്ക് ഉണ്ടാക്കാം.
കഴിവുള്ള കലാസ്നേഹികളെ ചേച്ചിമാരെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സഹകരിക്കാനും സഹായിക്കാനും ഈ പട്ടാളം പൗലോസ് ഒരുക്കമാണ്. ഡാഡി, ആ കോമ്പറ്റീഷൻ തീരാൻ 6 മാസോ ഒരു കൊല്ലം എടുക്കും. എന്റെ കോഴ്സ് തീരാൻ അത്രേ ഉള്ളൂ. എനിക്ക് പഠിക്കണം. ഡാഡി മമ്മിയോട് ഒന്ന് പറ പ്ലീസ്. മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മോള് പോകണ്ട. മോളുടെ അൾട്ടിമേറ്റ് എയിം എന്താ അത് നടക്കട്ടെ. എനിക്കും അതാണ് താല്പര്യം. ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. ഇതെന്തോന്ന് തള്ളേ ബഡ്ജറ്റുകള്. എന്തോന്ന് ബഡ്ജറ്റ്? അല്ല ചേച്ചിക്കിളികളെ, നമ്മളെ ചെല്ലക്കിളി മോളുകളെ, അല്ല ചേച്ചിക്കിളികളുടെ മോളുകളെ പട്ടാളത്തിന്റെ സർവകലാശാലയിൽ ചേർന്ന് പഠിപ്പിക്കാനുള്ള ഫീസുകളുടെ ചെലവുകളാണ്. അയ്യോ, 3 ലക്ഷം രൂപയോ? 5 ലക്ഷങ്ങളാണ് ചോദിച്ചത്. പക്ഷെ പഴയ കോടമ്പക്കങ്ങളുടെ ബന്ധങ്ങൾ വെച്ച് പേശി 3 ലക്ഷങ്ങളായി കുറച്ച്. എന്നാലും 3 ലക്ഷം കൂടുതലാ. എന്തിനുകള് കൂടുതലുകൾ ചേച്ചിക്കിളികളെ? നമ്മുടെ ചെല്ലക്കിളി മോളുകൾക്ക് 1ാം സമ്മാനങ്ങൾ കിട്ടിയ എന്തരുകൾ കിട്ടും. 1 കോടികളും വില്ലകളുമാണ് അപ്പികളെ 1ാം സമ്മാനങ്ങള്. സമ്മാനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാ ചേച്ചിക്കിളികളുടെ മോളുകളെ സിനിമാക്കാരന്മാര് വന്ന് അങ്ങ് പൊക്കിക്കോണ്ട് പോകും. ചെല്ലക്കിളി മോളുകള് സിനിമാ സ്റ്റാറുകളായി കഴിഞ്ഞാ ചേച്ചിക്കിളിയുടെ ഭാഗ്യങ്ങൾ തെളിഞ്ഞില്ലേ അപ്പികളെ? പിന്നെ AC എയറോപ്ലെയിനുകള്, AC റൂമുകള്, AC കാറുകള്, AC ചോറകള്, പിന്നെ ചേച്ചിക്കിളികള് ഈ ലോകം മുഴുവൻ വിലസിക്കൂടെ? ശരി, ഞാനിപ്പോ എന്റെ പട്ടാളം ഭഗവാനെ, തള്ളേം പുള്ളേം വീണ് കേട്ടോ. അഡ്മിഷനോ? അഡ്മിഷൻ ക്ലോസ്. ഹലോ, താനാണോ? യൂറോപ്പിലേക്കല്ലേ, അമേരിക്കയിലേക്കോ? അതിന് വല്ല സിനിമാ താരങ്ങളെ വിളിക്കൂ. എനിക്ക് നിന്ന് തരാൻ സമയമില്ല. റിയാലിറ്റി ഷോകളുടെ പ്രളയമല്ലേ. റിയാലിറ്റി മഹാശരി, നമുക്ക് കിട്ടണം പണം. സ്റ്റാർ സിംഗർ, സൂപ്പർ സിംഗർ, ജൂനിയർ സിംഗർ, സീനിയർ സിംഗർ, ഇപ്പൊ ഇതാ നല്ല പാട്ടുകാരി. പിന്നെ ഉണ്ടോ കഥാപ്രസംഗം, ബെസ്റ്റ് ആക്ടർ, ആക്ട്രസ്, വനിതാരത്നം, മഹിളാരത്നം, പാചകറാണി, മാതകറാണി. പിന്നെ ഇപ്പോഴാ ഓർത്ത് ഏതോ ഒരു ചാനലില് പരദൂഷണ മത്സരം റിയാലിറ്റി ഷോ വരാൻ പോകുന്നു. പരദൂഷണ കലയിൽ വല്ലഭകളായ നല്ല കുടുംബങ്ങൾ കലയ്ക്ക് പരിചയമുള്ള നല്ല കൈക്കഴിവുകളെ കിട്ടൂ. പിള്ളേരെ പഠിപ്പിക്കാനാ നല്ല ശമ്പളം കൊടുക്കാവിടോ. ഞാൻ അല്പം ബിസിയാ, പിന്നെ വിളിക്കില്ല. അണ്ണാ നമസ്കാരങ്ങൾ. നമസ്കാരം. ചെല്ലക്കിളികൾ ഇവിടെ നിൽക്കുക കേട്ടാ. ഞങ്ങള് കോടമ്പക്കത്ത് പൈപ്പ് വെള്ളങ്ങൾ കുറെ കുടിച്ചതാണ്. കലാകാരന്മാർ പഴയ കാര്യങ്ങൾ ഓർക്കരുത്, പറയരുത്. എന്നാലും പഴയതുകളൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ അണ്ണാ? ഒന്നും മറന്നിട്ടല്ലടോ. ആ ഓർമ്മയുള്ളത് കൊണ്ടാ ഈ പട്ടാളം ഒരു ഉടായ്പിൽ ഇവിടേക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവര് നമ്മുടെ ചെല്ലക്കിളി നല്ല പാട്ടുകാരിലെ പാട്ടുകാരി, നല്ല പാട്ടുകാരിലെ പാട്ടുകാരി. ചെല്ലക്കിളി നന്നായിട്ട് പാടും കേട്ട. പക്ഷെ കളിക്ക് അറിഞ്ഞൂടാ. ഈ പെർഫ്യൂംസ് റൗണ്ടുകൾ വരുമ്പോ അണ്ണൻ കുറെ കളികളൊക്കെ പഠിപ്പിച്ച് 1ാം സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. കാശ് കൊടുത്തല്ല സമ്മാനം, മത്സരിച്ച് ജയിച്ചു വേണം സമ്മാനം വാങ്ങാൻ. ഇവരോട് കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞു? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൾഫാണ് ഗൾഫ്. അപ്പൊ എന്റെ കമ്മീഷൻ ഇതുവരെ അരിയരിച്ചൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ലല്ലോ. അവരെ വിളിക്കേ. ചെല്ലക്കിളി വരി. നമസ്കാരങ്ങൾ പറയും. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. വേണ്ട സാർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. കലാരംഗത്ത് ഉയർച്ച വേണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് അനുസരണമാണ്, അല്ലേ കലാസ്നേഹി? അനുസരണം. ഒരു കലാകാരിക്ക് അത്യാവശ്യം വേണ്ട ഡിസ്ക്വാളിഫിക്കേഷൻ അതാണ്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, നടക്കാൻ പറഞ്ഞാൽ നടക്കണം. എന്താ പേര്? അമ്മക്കിളിയുടെ പേര് എന്നോട് ചോദിച്ചില്ല. അമ്മക്കിളിയും ചെല്ലക്കിളിയും പേരുകൾ പറഞ്ഞ് ദക്ഷിണകൾ വെച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി. എന്റെ പേര് സുധ. രാധിക. ദക്ഷിണ അങ്ങോട്ട് കൊടുത്ത് അനുഗ്രഹം മേടിക്കുമോ? ഇത് വെറും അഡ്വാൻസുകളാണ്. ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മക്കിളി നമ്മളെ പോലൊരു കലാകാരിയായി. അമ്മക്കിളി മോൾക്ക് കലയുടെ സമസ്ത മേഖലകളിലും അസൂയാവഹമായ യശസ് ഉണ്ടാവട്ടെ. പാട്ടിലും ആട്ടത്തിലും ഓട്ടത്തിലും കൂട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ മോള് തന്നെ ഒന്നാമതാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മോൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നീ എന്തിനാ നിർബന്ധിക്കുന്നേ? അവള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അവളുടെ ആഗ്രഹം അതല്ലേ? അവളുടെ നിങ്ങളുടെ ആഗ്രഹം തന്നെ നോക്കിയാൽ മതിയോ? 10 മാസം ചുവന്ന് പെറ്റ് കഷ്ടപ്പെട്ട് വളർത്തിയ എനിക്കും ഉണ്ട് ആഗ്രഹം. മമ്മി, അച്ഛൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാ. ഇത്രയും കാശ് മുടക്കി ഇതൊക്കെ വേണം. പ്രകാശ് ഏട്ടാ, എന്റെ ആഗ്രഹം മാത്രമല്ല, വാശിയാ. ഞാൻ എല്ലാവരോടും ചലഞ്ച് ചെയ്തിരിക്കുക. എന്റെ മോള് തന്നെ വിന്നർ ആകുമെന്ന്. കിട്ടുന്ന എത്രയാന്നറിയാവോ? 1 കോടിയുടെ വില്ലയാ. ഓക്കെ, നിന്റെ വാശി തന്നെ നടക്കും. Wow, fantastic, fabulous.
സൂപ്പർ. രാധിക, ഇതെങ്ങനെ സാധിച്ചു? ആടാനോ അഭിനയിക്കാനോ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഒരു വെടിക്കുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലേ? എനിവേ, നമുക്ക് അഭിപ്രായം ജഡ്ജസിനോട് ചോദിക്കാം. ഹായ് രാധിക, നന്നായി പാടി. നൃത്തം അതിമനോഹരം. കൂട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. കൺഗ്രാറ്റ്സ്. മോളെ, ഇതാരാണ് ഇങ്ങനെ ഒരു തീം കൺസീവ് ചെയ്തത്? ഞാൻ തന്നെ. വീട്ടിലെങ്ങനാ? അച്ഛൻ അമ്മയുടെ പോലെ പാട്ടൊക്കെ പാടി നടക്കാറുണ്ടോ? ഏയ് രാധിക, അപ്പോഴേക്ക് മൂഡ് ഔട്ടായോ? സാറ് തമാശ പറഞ്ഞല്ലേ? ചിയർ അപ്പ്, കം ഓൺ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. ഗൾഫിലുള്ള ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞ് എന്നെ ആളെ വിട്ട് തല്ലിക്കരുത്. എനിക്ക് വളരെ ഇഷ്ടമായി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. റിയലി? റിഹേഴ്സലാണെന്നും പറഞ്ഞു പോന്ന ഇതിനായിരുന്നു. എന്താടി, എന്റെ മോനെ നീ നശിപ്പിച്ചടങ്ങുള്ളൂ. വാടാ ഇങ്ങോട്ട്. ഇന്ന് നിന്റെ അച്ഛനെ കൊണ്ട് 4 കൊള്ളിച്ചിട്ടേ കാര്യമുള്ളൂ. നിന്റെ തള്ളയെ ഞാനൊന്ന് കാണട്ടെ. അവളുടെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയുന്നുണ്ട്. ആ കാര്യമൊക്കെ ഞാൻ നോക്കാം. കൊള്ളാം. മകൾ അവിടെ, അമ്മ ഇവിടെ. അമ്മയും മോളും കൂടി വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക ആണുങ്ങളെ വിളക്കാനായിട്ട്. അതെ, നീ ആദ്യം നിന്റെ ഭർത്താവിന്റെ കാര്യം. നിങ്ങൾ അങ്ങ് വീട്ടിൽ വാ, നിങ്ങൾക്ക് തരുന്നുണ്ട്. എടി ഒരുമിട്ടോടെ എന്റെ ഭർത്താവിനെ മേലെ എന്റെ ഭർത്താവിന്റെ കൂടെ ആടിക്കൊണ്ടു ഞാനും ചാകും. ഇപ്പൊ തന്നെ നീ പറഞ്ഞതിനേക്കാൾ ഒരുപാട് കാശായി. പാവം എന്റെ പ്രകാശേട്ടൻ ഒരു വീട് വെക്കാനായി കഷ്ടപ്പെടുന്ന കാശ. തള്ള കാശുകളാണോ ഇവിടെ പ്രശ്നങ്ങള്? ചെല്ലക്കിളികളല്ലേ നമ്മളെ പ്രശ്നങ്ങള്. ചെല്ലക്കിളി ഒരു സിനിമാ നായിക. ഒരു സിനിമാ നായികയുടെ അമ്മേരെ വില ഏറ്റുക്കിളിയൊന്നും മനസ്സിലാക്കണം. പോലീസുകാരും രാഷ്ട്രീയക്കാരും പത്രക്കാരും എഴുന്നേറ്റിതടിക്കൂലേ? എന്തിനു ചോദിക്കേ സല്യൂട്ട്. പിന്നെ എന്തിനു വേണം ചേച്ചിക്കിളി ഈ ലോകത്ത്? എല്ലാം കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ മുടക്കം കാശ് വേണ്ടേ കൃഷ്ണൻകുട്ടി? ഇതാണ് കിടക്കണം. ചേച്ചിക്കിളികള് വീണ്ടും കൂതറ വർത്തമാനങ്ങൾ തുടങ്ങി കേട്ടാ. എന്റെ പൊന്ന്, ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്ന കിളികളില്ലേ, ചെല്ലക്കിളികള്, അവര് കായ്കൾ വാരി 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 എറിയില്ലേ? ഓ, കാശുകൾ തരാൻ മടിയാണെങ്കിൽ ചെക്കുകൾ എഴുതി വീശി. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഇനി എത്ര വേണ്ടി വരും? എന്തൊരു ഒരു 10,000 50,000 അപ്പ അവരുടെ തൊള്ളയിലോട്ട് വെച്ച് കയറ്റി കൊടുക്കണം. മോളുടെ പേരെന്താ? അരുണയോ? അരുണയോ സാറേ? മോളൊരു പാട്ട് പാടിക്കേ. ആ മതി മതി. ഇനി ഒരു ഡാൻസ് ചെയ്തേ. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാന്ന് പറയരുത്, മാസ്റ്റർ പഠിപ്പിക്കാം. മോളിങ്ങി വന്നേ. കളിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. എന്തോ ഗെറ്റ് ഔട്ട്. മര്യാദക്ക് പിടിച്ചോണ്ടോ കുട്ടിസ്രാങ്ങനെ. അവള് കൊച്ചുകുട്ടിയല്ലേ, ക്ഷമിക്കണം. എങ്ങനെയല്ലേ എന്റെ മോളെ ഒരു കലാകാരിയാക്കി തരണം സർ. എന്താ കാര്യം? ഒരു വിവരദോഷി മന്ദബുദ്ധി കൊച്ചിനെ കൊണ്ടുവന്നേക്കുന്ന കലാകാരിയാക്കാൻ. കുട്ടി മന്ദബുദ്ധിയായാലെന്താ? തള്ളക്ക് നല്ല ബുദ്ധിയില്ലേ? ഒരു കലാകാരിയുടെ ലുക്കില്ലേ? എന്താ വിലാസിന് ധൈര്യമാറ്റി. നിന്റെ കാര്യം അല്ല, നിന്റെ മോടെ കാര്യം ഞാൻ ഏറ്റു. കിളി മുണ്ട
യേശുദാസ് പോലെ മുൻപെത്തിയ മഞ്ചാടി പോലെ വായോ വാ കൊഞ്ചും മൊഴിക്കുഞ്ഞാറ്റ പോലെ നെഞ്ചൂരമിൽ പഞ്ചാര പോലെ വായോ മറുവെണ്ണില തട്ടമിട്ടാൽ കുഞ്ഞു കുഞ്ഞു കുമ്പിടും മുട്ടാൽ എന്റെ പേട മൺമിഴി കാട്ടിലെ മൊഴി പൊയ്യാരം പാടാൻ ജമാൽ ജനവാദി ചാരു നീ ജഹറത്തിൽ പോരൂ നീ
മനോഹരമായ ഒരു മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ ഗാനവസന്തം വിരിയിച്ച ഷാജഹാന് നല്ല പാട്ടുകാരിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു മോനെ ഷാജഹാനെ, വളരെ നന്നായിരുന്നു. നീ പാടിയ ഈണവും അതിന്റെ ആലാപന ശൈലിയും എനിക്ക് വളരെ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. ഷാജഹാന്റെ സ്വപ്നം സഫലമാകട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആരൊക്കെ കബൂറാക്കണോ അവരൊക്കെ ഉറക്കനീറ്റ് കനി കാണുന്നത് ഇതായിരിക്കണം. ആ ഇബിലീസുകൾ ഇത് മറികടന്നതിനെ കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചോളി, അവരൊക്കെ കപാലത്താവും. നിങ്ങളുടെ മോള് ഡിന്നറാവും. വില്ലർ വില്ലർ എന്താ എന്ത് പറ്റി? ആരോ ദുർമന്ത്രവാദം ചെയ്തതാ. മോൾ ഇതൊക്കെ കണ്ടങ്ങ് പേടിച്ചു പോയി. അതൊന്നും സാരല്ലോ. എഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഇതാര് കൊണ്ടുവച്ചാലും അവർക്ക് നന്ദി. അടച്ചോന് ചെകുത്താന്റെ സന്തതിയോ ദിവസവും വേണം കേട്ടോ. ശവം. ഓഹോ, അപ്പൊ ഇതാണ് ചുള്ളന്റെ ആരോഗ്യത്തിന്റെ രഹസ്യല്ലേ? എന്തൊട്ട് പറഞ്ഞാലോളിയാ, നിനക്കൊരാന ചന്തമുണ്ട്. ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ്. എന്റെ പഠിച്ചോനെ, വീണ്ടും സുനാമി. വേണ്ട, അങ്ങനെ മന്ത്രം തന്ത്രം കൊടുന്ന് എനിക്ക് വിന്നറാവണ്ട. മത്സരിച്ച് ജയിച്ചാൽ മതി. നിക്കടി അവിടെ അനിതേ. സംഗതി ശരിതാണ് ആന്റി. ആ മന്ത്രം ആദ്യം ഒന്ന് കിട്ടുവോ? എന്തിനാ? ഒരു മന്ത്രം ചെയ്യാനാ. ഒരു പെണ്ണിനെ വശീകരിക്കണം. ഏത് പെണ്ണിനെ? ആന്റിയുടെ മോളെ തന്നെ. ആന്റി അങ്ങനെ ചുമ്മാ വിഷമിക്കാതെ. അതിനൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആള് വേണ്ടേ? ഞാനായാലും ആന്റി ആന്റേ സംഗതി ശരിയായല്ലോ കേട്ടോ. ശ്രുതി പോയി. ഡ്യുയറ്റ് റൗണ്ടിൽ അനിത എന്നോടൊപ്പം ഡാൻസ് ചെയ്യണം. സോറി രാജേഷ്. അതെന്താ? ഐ ആം എ റിച്ച് മാൻ. എനിക്ക് താല്പര്യമില്ല. പ്ലീസ് അനിത, പ്ലീസ്. കലാസ്നേഹികളായ സുന്ദരിമാരുടെ അമ്മമാരെ, കലാസ്നേഹികളായ മലയാളികളുടെ സൗഹൃദ ചാനലുകൾ മത്സരിച്ച് നടത്തുന്ന റിയാലിറ്റി ഷോകൾ ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 1000 പ്രാവശ്യം പറയണം. നമ്മുടെ കഥാപ്രസംഗം മഹത്തായ ഒരു കലയാണ്. ആംഗ്യം, വ്യംഗ്യം, നാട്യം, സംഗീതം, അഭിനയം എന്നീ എല്ലാത്തരം രസങ്ങളുടെയും ഒരു മിശ്രിത രാസവളമാണ്. ഒരു ഉദാഹരണം, നമ്മുടെ കഥയിലെ നായിക ഒക്കത്തൊരുടം വെള്ളവുമായി മന്ദം മന്ദം നടന്നു വരികയാണ്. ഗോപി, അതൊന്ന് അഭിനയിച്ച് കാണിക്കൂ. അതാ നമ്മുടെ കഥാനായിക ഒതത്തിൽ വെള്ളവുമായി മന്ദം മന്ദം നടന്നു വന്നു. മോനെ, നിനക്ക് കഥാപ്രസംഗത്ത് നല്ലൊരു ഭാവിയുണ്ട്, നല്ല അക്ഷരസ്ഫുടത. ആ അതെ, എന്റെ അപ്പനും നാട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട് നല്ല പ്രശ്നങ്ങളില്ലാത്തത് ആർക്കാ? ഷാജുനെ പോലെ ചിലരിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നു മാത്രം. ബാക്കി നമ്മൾ കാണുന്നതൊക്കെ പൊയ്മുഖങ്ങളല്ലേ. എന്റെ സബ്ജക്റ്റ് അതാ. പാട്ടും ഡാൻസും പഠിച്ചത് അച്ഛന്റെ ആഗ്രഹം കൊണ്ടായിരുന്നു, മത്സരിക്കുന്നത് അമ്മയുടെ നിർബന്ധം കൊണ്ടും. പക്ഷെ ഇപ്പൊ എനിക്ക് വാശിയാ, നേടാനുള്ള വാശി. ഈ നേട്ടത്തിലുണ്ടാകുന്ന പ്രശസ്തിയിൽ നഷ്ടപ്പെട്ടു പോയ അച്ഛൻ മടങ്ങി വരുമെന്നുള്ള ആഗ്രഹം. അച്ഛൻ എന്റെ അച്ഛൻ്റെ അച്ഛൻ. ഫാന്റാസ്റ്റിക് അനിത. താങ്ക് യു ചേച്ചി, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. ഇനി നമുക്ക് അഭിപ്രായം ജഡ്ജസിനോട് ചോദിക്കാം. ഔസിപ്പച്ചൻ സർ.
മോള് മനോഹരമായിട്ട് പാടി. താങ്ക്സ് സർ. പല്ലവിയുടെ തുടക്കത്തിലെ കുറച്ച് ശ്രുതി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചരണത്തിലെ രണ്ടാമത്തെ സംഗതിയും ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തിരുന്നു. പക്ഷെ എങ്കിലും ബാക്കിയൊക്കെ വളരെ നന്നായിരുന്നു. ആരാണ് മോളുടെ ഗുരു? ആദ്യ ഗുരുവിന്റെ അച്ഛൻ തന്നെയാ. അച്ഛൻ എന്താ ഇവിടെ വന്നിട്ടുണ്ടോ? അച്ഛനെ കുറിച്ച് ആര് ചോദിച്ചാലും ഖത്തറിലെ ബിസിനസ് ആണെന്ന് പറയണം കേട്ടോ. ഇല്ല, അച്ഛൻ ഖത്തറിലെ ബിസിനസ്സാ. അത് കള്ളമായിരുന്നു. അമ്മ പറഞ്ഞ് പഠിപ്പിച്ചൊരു പച്ചക്കള്ളം. അച്ഛൻ ഞങ്ങളെ ദേഷ്യപ്പോയി. അമ്മ പുറത്താക്കിയെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. കാരണം അച്ഛൻ അറിയപ്പെടുന്ന ഒരു കവിയും പാട്ടുകാരനായിരുന്നു. അവാർഡൊക്കെ കിട്ടിയപ്പോ ആളിന്റെ സ്വഭാവം ഒക്കെ മാറി കാണുമോ? അങ്ങനെ സ്വഭാവം മാറുന്ന ആളൊന്നും അല്ല ബാലു സാറ്. നമസ്കാരം. നമസ്കാരം. എന്താ എല്ലാരും കൂടെ വിശേഷമൊക്കെ സാറിനല്ലേ? സാറിന്റെ കവിതാ സമാഹാരത്തിന് അവാർഡ് കിട്ടിയതിന്റെ അഭിനന്ദനം അറിയിക്കാൻ വന്നാണ് ഞങ്ങൾ. ഓ, അതൊക്കെ വലിയ കാര്യമൊന്നും അല്ലല്ലോ, എല്ലാ അനുഭവങ്ങൾ തന്നെ. സാറ് നിസ്സാരമായി പറഞ്ഞെങ്കിലും ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മുടെ ഗ്രാമത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമല്ലേ സാർ ഇത്? അതുകൊണ്ട് ദേശപോഷിണി വായനശാല ഒരു പൗരസ്വീകരണം സംഘടിപ്പിച്ചിട്ടുണ്ട് 21-ാം തീയതി വൈകുന്നേരം. ഓ, അങ്ങനെയൊക്കെ വേണോ? നമ്മുടെ നാട്ടില് നിങ്ങളെപ്പോലെ ആളല്ല ഞാനും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. സാറ് നിർബന്ധമായും വരണം. അത് ഞങ്ങളുടെയൊക്കെ ഒരു ആവശ്യമാണ്. പ്ലീസ് സാർ. ശരി, തീർച്ചയായിട്ടും. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ ഈ പറയണേ? പട്ടിണി കിടന്നോടി, പട്ടിണി കിടണോ? ഓരോരുത്തന്മാര് പേർഷ്യയിലും അമേരിക്കയിലും പോയി സമ്പാദിച്ചു കൂട്ടുമ്പോ ഇവിടെ ഒരാള് എന്റെ വിധി. നിങ്ങളെല്ലാം കൂടിയല്ലേ എന്റെ തല കെട്ടിവെച്ചത്? 21-ാം തീയതി അല്ലേ? അതെ. ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കടി ഈ കൂത്ത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. മിസ് വെരി ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഞാനാ ക്ലാസ്സിൽ ഫസ്റ്റ്. ഈ മീറ്റിംഗ് സ്വീകരണമൊക്കെ പുറത്തു മതി. സ്കൂളിൽ പോകോ. ഇത് എന്റെ വീടാ. എനിക്കിവിടെ സ്വൈര്യമായി കഴിയണം. വരുന്നു മഹാകവി. നമസ്കാരമുണ്ട്. നമസ്കാരം. നീ എവിടെ നിൽക്കേ? കവി അങ്ങോട്ട് പോട്ടെ. ഗുഡ് മോർണിംഗ്. അല്പം ധൃതിയുണ്ട്. ഓ, എന്തൊരു ബഹുമാനം. അതിനൊക്കെ പ്രത്യേക വ്യക്തിത്വം വേണം മാമേ. കാശ് കൊടുത്താൽ കിട്ടത്തില്ല. രാവിലെ വ്യക്തിത്വം നോക്കിയേ. കാശേ അങ്ങോട്ട് എണ്ണി കൊടുത്തിട്ടാ ഇത് വെച്ചോ. അച്ഛന് ഒരു കവിയരങ്ങ് വരാൻ വൈകി. മോള് പാട്ട് ക്ലാസ്സിന് പോകുന്നില്ലേ? ആ, പോണം. സാറ് ബസ് സ്റ്റോപ്പിലേക്കാണോ? ഞാനും അങ്ങോട്ടാ. അവാർഡ് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് സാറിന്റെ കവിതാ സമാഹാരം വായിച്ചത്. റിയലി ഫാന്റാസ്റ്റിക് സാർ. താങ്ക് യു. ഒരു സദാചാര ബോധമൊക്കെ വേണ്ടി മനുഷ്യനായാല് നോക്ക്, എന്തായാലും അവനെ എങ്ങനെ അവന്റെ വഴിക്ക് വിട്ടാ പറ്റൂല. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടു തന്നെ ആവണം. അതന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഭാര്യ പേടിക്കണ്ട, നാട്ടുകാരെങ്കിലും പേടിക്കണ്ടേ? അല്ല, ഭാര്യ തന്നെ പേടിക്കണം. ആ, മോള് വാ, ഊണ് കഴിക്കാം. എന്റെ അച്ഛൻ വന്നോട്ടെ, എന്നിട്ട് ഞാൻ ഊണ് കഴിച്ചോ. മണി 10-11 അച്ഛൻ വന്നിട്ട് നീ ഊണ് കഴിച്ചു തന്നെ. വാടിയുടെ ഇരിക്കട്ടെ അവിടെ. എനിക്ക് വേണ്ട, എന്റെ അച്ഛൻ വന്നിട്ട് ഞാൻ ഊണ് കഴിക്കൂ. നിക്കടി അവിടെ. എന്തിനും ഏതിനും വകയ്ക്ക് കൊള്ളാത്ത ഒരു അച്ഛൻ. അത് പിന്നെ അകലല്ലേ വരുള്ളൂ. 8 ഗുണം 10 ഗുണം. ആ, ഒന്നും നോക്കണ്ട, വെട്ടി വിഴുങ്ങ്. എന്റെ അച്ഛനൊരിക്കൽ ഒരു കവിതാ സമാഹാരം സ്വന്തം കാശ് മുടക്കി പബ്ലിഷ് ചെയ്തു. അതിൽ കുറച്ച് കടമുണ്ടായി. കടക്കാരുടെ സമ്മർദ്ദം ഒരു വശത്ത്, മറുവശത്ത് അമ്മയുടെ ഹിംസ.
കലവില പാടും പണ്ടങ്ങൾ. ആ അയ്യയ്യ വരം അമ്പിളിപ്പൂങ്കുല മെയ്യിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചള തോട കഴുത്തിൽ കലവില പാടും പണ്ടങ്ങൾ. അരികിലാണ് കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. നിന്റെ ഒരു കരിമ്പൂതം പോയിരുന്നു പഠിക്കടി, നാളെ പരീക്ഷയാ. നീ പോയി നിന്റെ പണി നോക്കണം. ഓ പരീക്ഷയ്ക്ക് എന്നെ വഴിക്ക് വെക്കോളും. കുട്ടികളാകുമ്പോ കുറച്ച് റിലാക്സേഷൻ ഒക്കെ വേണം. പിന്നെ എന്റെ മോള് പഠിക്കാത്ത മണ്ടിയൊന്നുമല്ല. നിങ്ങൾ തന്നെ അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ദേ ഇവളുടെ കൂടെ പഠിക്കുന്ന സിസിലിക്ക് അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത എന്താണെന്നറിയോ? 2 ലക്ഷത്തിന്റെ നെക്ലസാ. ഇവിടെ ഒരു അച്ഛൻ കഥയും കവിതയും പഠിപ്പിക്കുന്നു. അതാണിപ്പോ ഇവിടെ അത്യാവശ്യം. അതിനിപ്പോ മോക്ക് കെട്ടിച്ചേക്കുന്ന പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പ്രായമാകുമ്പോ സ്വർണം കൊടുക്കണോ സ്വത്ത് കൊടുക്കണോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നോക്കും നോക്കും. ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് നടന്ന 5 കയ്യിലിട്ടാവില്ല. ആവശ്യമില്ലാതെ വർത്തമാനം പറയുന്നത് മനസ്സോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നോ നടക്കാനിരിക്കുന്ന ഒരു കല്യാണത്തിനെ പറ്റി പറഞ്ഞാണ് ഇന്ന് വഴക്കിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോലും നിനക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണം. കല്യാണം കഴിഞ്ഞതുപോലെ പക്ഷേ ഇന്നിപ്പോ നമ്മുടെ മുന്നിൽ കുഞ്ഞുണ്ട്. ഇതെല്ലാം കണ്ടു കേട്ടു അവൾ വളരുന്നത്. അത് ഓർമ്മ അതൊക്കെ ഞാൻ ഓർത്തോളാം. പാടിയുടെ അടുത്ത ദിവസം പണ്ട് ഞാനൊരു പ്രയോഗം ചെയ്തു. ഫലമുണ്ടായി. ഉള്ളി ചെന്നപ്പോ നിന്റെ അച്ഛൻ അമ്മയുടെ പാവാട ചരടി കിടന്ന് ചുറ്റി കറങ്ങിയായിരുന്നു. അതാണ് എന്റെ അച്ഛൻ പെട്ടെന്ന് വടിയായത്. അതുപോലെ എന്റെ അളിയനൊന്ന് വടിയാവണം. അതിനാ സ്വാമിയെ വിളിച്ചത്. വടിയാക്കി തരാം. ഓം കാളി മഹാകാളി ഭദ്രകാളി രുദ്രകാളി ഓം ക്രീം ക്രീം ഓം കാളി ഓം കാളി. അപ്പി അമ്മേ കൊട്ടാരം തങ്കച്ചി മന്ത്രവാദങ്ങൾ തുടങ്ങി. ഇവിടെ എന്താ പല സിനിമയും കാണിക്കുന്നുണ്ടോ? ഞങ്ങളാരും നിങ്ങളുടെ വീട്ടിൽ വന്ന് എത്തി നോക്കാറില്ലല്ലോ. പോകോ പോകോ. ഞങ്ങള് പോണം. ഇവളൊരു കൊട്ടാരം വീട് തങ്കച്ചി. പാവാ ബാലസാറിന്റെ കാര്യം എങ്ങനെ സഹിക്കുന്നോ എന്തോ. അപ്പൊ നീ ഇങ്ങോട്ട് വാടി. ബാലസാർ ഇനി പോലെ നിന്നെ സഹിക്കട്ടെ. ഓടി ചെറ്റന്റെ അമ്മ. സംഭവം നിസ്സാരമല്ല. വിഷമാണ്, കൈവിഷം, ജാതകദോഷമാണ്. എല്ലാം ഞാൻ മാറ്റിത്തരാം. കാണുന്ന ഏത് സ്ത്രീകളെയും കാമിക്കും. മദ്യപാനത്തിന് അടിമയായിരിക്കും. എല്ലാം ഞാൻ ശരിയാക്കി തരാം. സർവക്ഷുദ്രാദി രുദ്രാദി നേത്രാദി എല്ലാ കൈവിഷങ്ങളും മാറണം. നശിപ്പിക്കണം സ്വാമി. അവനെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കാം. ശുദ്ധജലത്തിൽ കലക്കി കുടിക്കാൻ കൊടുക്കും. കൈവിഷം ഉടൻ ഛർദിക്കും. കണ്ടില്ലേ കാളിയുടെ ശക്തി? അവനെ ഉടൻ ഇവിടെ എത്തിച്ചില്ലേ? നീ പരിസരത്ത് കണ്ടുപോകുന്നു. കൈവശല്ല കുറച്ച് മുലപാലെ വെളിക്കൊണ്ടിരുന്നു. എന്റെ പൊന്നു മോളെ, ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അപ്പൊ ഇയാള് നന്നാവാൻ പോണില്ല. നന്നാക്കാനൊട്ട് സമ്മതിക്കുകയില്ല. ഇങ്ങനെ അഴിഞ്ഞാടി ജീവിക്കാൻ തന്നെ തീരുമാനം അല്ലേ? ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം. അച്ഛാ, എന്താ അച്ഛ ഇതൊക്കെ? അവളുടെ ആങ്ങളമാര് 2-3 പേര് വന്ന് എന്റെ കാല് പിടിച്ച് യാചിച്ചു നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. നീ അന്ന് സമ്മതിക്കടാ. അത് വേണോ സുഹൃത്തെ? ആ തള്ളയുടെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത ആ തന്ത മന്ത്രവും ബഹളവും തുള്ളലും
10-20 പെണ്ണ് കാണൽ കഴിഞ്ഞതാണ്. നാട്ടുകാർ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ഒരു പെണ്ണിന് ജീവിതം കൊടുക്കുന്നതല്ലേ. 6 സഹോദരന്മാരാവക്ക്. അത് ഭാവി നിനക്ക് ഗുണം ചെയ്യും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അനുഭവിക്കും നിന്റെ വിധി. പറ്റിപ്പോയി മോളെ, പറ്റിപ്പോയി. ഒക്കെ വിധിയായിരിക്കും. ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? എവിടെയാ? നിനക്കെന്താ? നിങ്ങൾ അപ്പുറത്തെ റോസിന്റെ വീട്ടിലല്ലായിരുന്നോ? ഇന്നലെ അവിടെ ബാലുസാറ് പാവാണെന്ന് സഹതാപം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. നിനക്ക് ഭ്രാന്ത. നിന്നെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോകണം. ഭ്രാന്ത് നിങ്ങൾക്കാ? നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ ദുഷ്ടൻ എന്റെ ചേട്ടനെ കൊന്നേനെ. നിർത്ത് പെണ്ണുപിള്ളേ, ഞങ്ങളിത് കുറെ കാലമായി കാണും കേൾക്കും ചെയ്യുന്നതാ. ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. പെണ്ണുങ്ങളായാലും കുറച്ച് അടുക്കോ അതൊക്കെ വേണം കേട്ടാ. അല്ലെങ്കിലും നിങ്ങളല്ലേ ഇയാളുടെ സൈഡല്ലേ? ഇവൻ അങ്ങോട്ട് പോവാൻ പോക്കണം കേട്ടവൻ. വരാന്റെ തന്നെ കിടന്നോളും പട്ടിയെ പോലെ. എന്റെ പൊന്നു ബാല്യ സാർ, തലമുറകളായിട്ട് എനിക്ക് അവരെ അറിയാം. മായ മന്ത്രവും ബഹളവും. ആണുങ്ങളാരും സ്വസ്ഥതയോടെ ഈ വീട്ടിൽ ജീവിച്ചിട്ടില്ല. ഒന്നേ ആത്മഹത്യ അല്ലെങ്കിൽ കൊല. എന്തിനാ സാറ് നാണം കെട്ടിങ്ങനെ ഇവിടെ കഴിയണത്? എവിടെയും പോയി സമാധാനമായിട്ട് ജീവിച്ചുകൂടിയോ? എന്റെ മോള്. ഓ, മോളുടെ ഭാവിയെ കരുതി തന്നെ ഞാനും പറയണത്. ഓ, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ മോളാവും. കേട്ടില്ലേ? ഇതാണ് ഈ വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം. അങ്ങനെ മോളുടെ അവകാശം പറഞ്ഞുകൊണ്ട് കഴിയാന്നൊന്നും വിചാരിക്കണ്ട. അച്ഛനെതിരെ മാമ കള്ളക്കേസ് കൊടുത്തു. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീ പീഡനം, ഭാര്യ ഹത്യാശ്രമം. അങ്ങനെ 2 വർഷം അച്ഛൻ ജയിലിലായി. ജയിലിൽ നിന്ന് ഇറങ്ങി അച്ഛനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അത് സ്വന്തം അമ്മ തന്നെയാണോ? എന്റെ ഈ മത്സരം അച്ഛനെ കണ്ടെത്താനാ. എനിക്ക് ജയിക്കണം. ഇത് തീരുന്നതിന് മുമ്പ് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് എന്തെങ്കിലും ഒരു ദിവസം അച്ഛൻ എന്നെ കാണും, എന്റെ പാട്ട് കേൾക്കും, എന്നെ അനുഗ്രഹിക്കാൻ ഓടിയെത്തും. ഷാജു, ഈ റൗണ്ട് പ്രധാനപ്പെട്ടതാ. ഇതിൽ സ്കോർ ചെയ്താലേ ഫൈനലിലെത്തും. ഇഷ്ടപ്പെട്ട ജോഡി ഉണ്ടെങ്കിലല്ലേ പ്രകടനം നന്നാവൂ. പ്ലീസ് ഷാജു, എന്നെ സഹായിക്കണം. അനു, നീ ഇവിടെ? തെറ്റാണെന്നറിയാമായിരുന്നു. എങ്കിലും ചേച്ചി പറഞ്ഞ കഥയെല്ലാം ഞാൻ കേട്ടു. ഇത്രയും വേദനകളിടയ്ക്ക് ചേച്ചി എങ്ങനെ പ്രസന്റ് ചെയ്യുന്നേ? ഓ, ഇമ്പോസിബിൾ. എനിക്ക് ജയിക്കണം. ചേച്ചി ജയിക്കും, തീർച്ച. അപ്പൊ നിനക്ക് ജയിക്കണമെന്ന് താല്പര്യമില്ലേ? അതിനി സമയമുണ്ടല്ലോ ചേച്ചി. എനിക്കിനി മത്സരിക്കാം. ചേച്ചിക്ക് അങ്ങനെയല്ലല്ലോ. ചേച്ചിയുടെ ആഗ്രഹവും ലക്ഷ്യവും സബലീകരിക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന, ദൈവം, അതൊക്കെ വെറുതെയാ. ആണെങ്കിൽ തന്നെ മനുഷ്യനെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? സ്വാർത്ഥത, പിണക്കം, തമ്മിത്തല്ല്, കൊല, അപകട മരണങ്ങള്. എന്നാൽ ആ ദൈവത്തിന് വന്നങ്ങ് രക്ഷിച്ചുകൂടെ എല്ലാവരെയും? നല്ല ആത്മാക്കളെല്ലാം ദൈവം ഏറെ പരീക്ഷിക്കുന്നാണ് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. ചേച്ചി കേട്ടിട്ടില്ലേ? ദുഷ്ടനെ പന പോലെ വളർത്തും, ഇഷ്ടമുള്ളവരെ പാതാളത്തോളം താഴ്ത്തും. അനിത ചേച്ചി എന്നെ ജയിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കാം മൂകാംബിക ദേവിയോട്.
എന്തായിരുന്നു ഇവിടെ? പരിസരബോധം പോലും ഇല്ലാതെ രണ്ടും ആടി തിമിർക്കല്ലായിരുന്നോ? എനിവേ യുവർ പെർഫോമൻസ് വാസ് വെരി നൈസ്, മാർവലസ്. ഇനി ജഡ്ജസിന്റെ അഭിപ്രായം. ശരത് സർ. മക്കളെ എന്തോന്ന്, ഞാനും പല ലാംഗ്വേജിലെ പല പ്രണയരംഗങ്ങളും കണ്ടിട്ടുണ്ട്. അത് വളരെ രസമുള്ള പരിപാടിയാണ്. കാര്യം അണ്ണാച്ചിക്ക് വളരെ ഇഷ്ടമായി. എങ്കിലും ഇത് കുറച്ച് അതിര് വിട്ടുപോയില്ലേ എനിക്കൊരു സംശയം. സത്യം പറഞ്ഞാൽ എനിക്കും സ്റ്റേജിൽ ചാടിക്കറി ഒരു ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു ജോഡിയില്ലല്ലോ അണ്ണാച്ചി. അയ്യോ, ഞാനുണ്ടായിരുന്നല്ലോ സാർ ഇവിടെ. രജനി, ഞാൻ ഉദ്ദേശിച്ചത് ചടുല നൃത്തമാണ്, ചുടല നൃത്തമല്ല. ഓ, സാറിന്റെ കളിയാക്കാണല്ലേ? എല്ലാവരുടെ പെർഫോമൻസും ഉഗ്രനായിരുന്നു. ആരാ ബെറ്റർ എന്ന് പറയാൻ പറ്റൂല. ഫാന്റാസ്റ്റിക്. താങ്ക്സ്. ആട്ടവും പാട്ടും ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. ഇരിക്കണാണ്. അങ്ങനെ ഒരു വിക്കറ്റൂടെ ഔട്ട്. ഇറങ്ങി പാടാ കാമുക്ക. ഇതാ ഇങ്ങോട്ട് വരി നിങ്ങൾ. നിങ്ങളുടെ പുന്നാര മോൻ ഒരു പാട്ട് കൂത്തും. ഇവിടെ കള്ള ഹിമാറെ ഇതിങ്ങനെ പാട്ട് കൂത്തുമായിട്ട് നടന്നാലേ നിന്റെ ഉമ്മാനെ പെങ്ങനെ തീറ്റി പോരാൻ നമ്മളാർക്കും ബാക്കൊന്നും കൊടുത്തിട്ടില്ല. ഈ എന്തിനാ ഓന്റെ നേരെ കുറച്ച് ചാടണേ? ആഹാ, ശരി. ഈ കള്ള ഹിമാർ ഞമ്മന്റെ കടയിൽ വന്നിട്ട് ദിവസങ്ങൾ എത്രയെന്ന് അറിയോ? ഓൻ ടിവിയിൽ പാട്ട് കൂത്തുമായിട്ട് നടക്കല്ലേ. കടയിൽ ആളില്ലാതെ നമ്മൾ ഞട്ടം തിരിയുന്ന നേരത്തെ ഓന്റെ പാട്ട് കൂത്തും അറക്കണവനെ. ഇനിയൊരു ഇറച്ചിക്കാരൻ അസംബായിയുടെ കൂടെ പണിയെടുക്കണ മോശമാണെങ്കിൽ വേണ്ട, വേറെ എന്തെങ്കിലും പണിയെടുത്തോളൂ ഓന്. എടാ കള്ള ഹിമാറെ, അന്റെ ബാപ്പയും പണ്ട് രാഷ്ട്രീയമൊന്നും വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് കൊടിയും പിടിച്ച് പാട്ട് പാടി നടന്നിട്ട് എന്തായി? മയ്യത്തായപ്പോ ഒരു നുള്ളു മണ്ണ് വാരിയിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വന്നാ പറയേ? ഒരുത്തനും വന്നില്ല. ഇതാണ് രാഷ്ട്രീയവും കല എന്നൊക്കെ പറയുന്നത്, മനസ്സിലായ? ഓഹോ, ഇതൊക്കെ കണ്ടു വളർന്നു അനുഭവിച്ചു പഠിച്ച ഓന്റെ മോനെങ്കിലും നന്നാവെന്ന് വിചാരിച്ചു. എന്റെ റബ്ബേ, ഓഹോ, ഇതിപ്പോ അതിലും കഷ്ടായി. ഓനിപ്പോ പഠിച്ച് വിവരം വെച്ചപ്പോ ഓന്റെ ബാപ്പാന്റെ വഴി ഓനും പോവാ. ഈ പാട്ട് പള്ളിയിൽ കായികളുള്ളോ മറന്ന മക്കൾക്ക് പറഞ്ഞിട്ടുള്ള നമ്മളെ പോലെ പട്ടിണി ടോക്കോളോ ഇത് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടോളി, ഇന്റെ കുതിരക്കളിയൊക്കെ നിർത്തിയിട്ട് ഉടനെ ഇറച്ചിക്കളലിട്ട് പറഞ്ഞു പിടി. ഹലാക്കിന്റെ പാട്ടം കൂത്തും. ഓൻ പറയണൊന്ന് ഈ കാര്യാക്കണ്ട. എന്റെ മോന് എന്താ ഇഷ്ടം വെച്ചാ അത് ചെയ്താ മതി. എന്റെ കൂട്ടുകാരെല്ലാം പറയണേ ഇക്കാക്ക് തന്നെ സമ്മാനം കിട്ടുന്ന. ഇക്കാക്ക മത്സരത്തിന് പോണം. വേണ്ട സൈന, മാമയെ ധിക്കരിച്ച ഒന്നും വേണ്ട. നീ പോകുന്നതിന് തീരുമാനിച്ചോ? അളിയാ, നീ പോകണ്ടോ? പോകുന്നതിന് തടയരുത്. ഇത് വെച്ചോളൂ, വഴിച്ചെല്ലാൻ വേണ്ടി വരും. ഇത് മേടിക്കേ. അളിയാ, ഈ കാശ് എന്റെ ഇരിക്കട്ടെ, എനിക്ക് കുറെ പർച്ചേസ് ചെയ്യാണ്ട്. അളിയാ, സൽമോനെ നീ ഇങ്ങനെ വിളിക്കണ്ട കേട്ടാ, നീ ഞാൻ പിന്നെ എടുത്തോളാം. ഈ തടി പൊങ്ങോ? അതൊക്കെ പൊങ്ങൂടെ. എന്നോട് കളി. അളിയാ, വേറെ കായകളല്ലോ ഉണ്ട്. വൈകുന്നേരം പൊറോട്ടയും പോത്തിറച്ചിയും തിന്നാനാ. അതെന്തൊന്ന് ചോദ്യം അളിയാ, അടിമുടി കാശല്ലേ. റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്നത് ഇവന്റെ അച്ഛനല്ലേ. അതിനെന്താ, 2 റിസർവ് ബാങ്ക് വാങ്ങാനുള്ള ക്യാഷ് എന്റെ ഡാഡിയുടെ മമ്മിയുടെ കയ്യിലുണ്ട്. ഇത് വെച്ചോ. താങ്ക്സ് അളിയാ. ടേക്ക് ഇറ്റ് ഈസി. വരട്ടെടാ. ഇതുവരെയുള്ള എല്ലാ റൗണ്ട്സിലും ഷാജുവിനാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പിന്നെ ഷാജു പോയാൽ എങ്ങനെയാ? നിങ്ങൾ എല്ലാവരും എന്നെ പോലെയോ എന്നെക്കാളൊക്കെയോ കഴിവുള്ളവരാ. നിങ്ങളിൽ ആര് ജയിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അയാളെ പേടിച്ചിട്ടാണോടാ നീ പോണത്? എങ്കിൽ അത് പറ. എന്റെ അങ്കിൾ ഫോർട്ട് സ്റ്റേഷനിലെ CI യാ, നമുക്ക് അയാളെ പൊക്കാം. അതെന്റെ മാമയാ, എന്റെ ഉമ്മാന്റെ ആങ്ങള. മാമയെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ഒന്നിനും കഴിയില്ല. ആഫ്റ്റർ ഓൾ, ഒരു മാമയെ പേടിച്ച് നിന്റെ കരിയർ നശിപ്പിക്കരുത്. ആഫ്റ്റർ ഓൾ അല്ല, എന്റെയും എന്റെ ഉമ്മാന്റെയും പെങ്ങളുടെയും കാണപ്പെട്ട ദൈവമാണ് എന്റെ മാമ. നിങ്ങൾക്കറിയാവോ എന്റെ ബാപ്പ? ഇൻകുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ. തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല നമ്മൾ, തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ. മൂക്ക് പനിച്ചിട്ട് വരയ്ക്കുക. മോളെ വൈദ്യുതി കാണിക്കണം. കുട്ടിക്ക്
കുട്ടികളാവുമ്പോ ലേശം പനിയും ജലദോഷമൊക്കെ വരും. അതൊന്നും അത്ര കാര്യാക്കണ്ട ജമീല. എന്റെ മോക്ക് പനിയുണ്ടോ? അയ്യോ, ഈ മോളെ പിടിച്ചേ. ഇന്ന് കവലയിൽ നേതാവ് ഇലക്ഷൻ പ്രചരണത്തിന് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ചുമതല എന്റെ തലയിലാ. ഈ നെറ്റിയിലൊരു തുണി നനച്ചില്ല, പനിയൊക്കെ അങ്ങ് പോകും. ശരി മതി. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, കെഎസ്പി സിന്ദാബാദ്, കെഎസ്പി സിന്ദാബാദ്, കെഎസ്പി സിന്ദാബാദ്, കെഎസ്പി സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക. സഖാവേ, സഖാവേ, ആരവിടെ? സഖാവേ, ഞാനാ. ഞാനിവിടെ കൊണ്ട് പോന്നു. സഖാവ് ഞങ്ങളെ രക്ഷിക്കണം. അവര് ഞങ്ങളുടെ പുറകെയുണ്ട്. അവർ കൊല്ലും. എന്താ ഹറാം പറമ്പ ഈ കാണിച്ചേ? മൊയ് ഹാജിയുടെ മോളെയും കൊണ്ട് ഒളിച്ചോടാൻ അനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? ഇങ്ങളെ ഇനി ഈ ദുനിയാവിൽ ജീവിക്കാൻ സമ്മതിക്കോ മൂപ്പര്? ജമീല, ഈ മുണ്ടാണ്ടിരിക്കെ. അഭയം തേടി വന്നവരെ അഭയം തേടി വന്നവരെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. നമുക്ക് വേണം ഈ പൊല്ലാപ്പ്. വേണം. നിങ്ങളെത്തുക. സാക്ഷികളും ഒപ്പിട്ടോളൂ. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്ദി സാർ. ശരി. കാര്യങ്ങളൊക്കെ എന്തായാലും മംഗളായല്ല അല്ലേ സഖാവേ? മോനെ സഖാവോ? ഇവര് പ്രായപൂർത്തിയായ കുട്ടികൾ, നിയമപ്രകാരം വിവാഹിതരായവരാണ്. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി? ആ പാർട്ടി നേതാക്കൾ തന്നെ വിളിച്ചു പറഞ്ഞത് നിന്നെ പിടിച്ച് അകത്തിടാൻ. സഖാവേ, ശരിക്കുള്ള വിപ്ലവം ഈ ലോകകപ്പിനകത്താ. അത് കാണിച്ചു തരാം. ഇടോ മീശേ, ഇവന് വിപ്ലവം ഒന്ന് കാണിച്ചു കൊടുക്കും. വിപ്ലവല്ലേ? അത് ഞാൻ കാണിച്ചു തരാം. മോളെ, ഇന്നലെ രാത്രി ഇവർ രണ്ടുപേരും കൂടി നിന്നെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. ഞാൻ ഇഷ്ടത്തില്ല. ആ നീ കൊള്ളാലോടാ മോനെ. പ്രേമിക്കാൻ നീ ആരാ? പ്രേം നസീർ. മോള് ഞാൻ പറയുന്ന പോലെ കേട്ടു. മോക്ക് മോളുടെ വാപ്പ നല്ലൊരു കല്യാണം നോക്കി വെച്ച്. അത് വേണ്ട, എനിക്ക് വത്സേട്ടൻ മതി. അങ്ങനെയാണെങ്കിൽ ഇടിച്ചു കൊന്നവനെ ലോകവി തൂക്കും. ഒരാത്മഹത്യ. അയ്യോ സാർ, എന്റെ വത്സേട്ടൻ ഇനി ഒന്നും ചെയ്യല്ലേ സാർ. എങ്കിൽ നാളെ നിങ്ങളെ കോടതി ഹാജരാക്കുമ്പോ ഞാൻ പറയും പോലെ മോള് പറയണം. മോള് പറയും. ശരി, പറയാം സാർ. കോടീശ്വരനായ ഹാജിയാരുടെ മോള് അവളുടെ ബാപ്പയുടെ മാനം രക്ഷിക്കാനായി കോടതിയിൽ കള്ളം പറഞ്ഞു. പീഡന കേസിൽ എൻ്റെ ബാപ്പ ജയിലിലായി. ആരുടെയോ ഔദാര്യത്തിന് ജാമ്യത്തിലിറങ്ങിയ എൻ്റെ ബാപ്പ ഞാൻ ഇനി ഇങ്ങോട്ട് വരണ്ട. പാർട്ടിയും തന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുക. അങ്ങനെ പറയരുത് സഖാവേ. അറിവായത് മുതൽ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനെ ഞാൻ. ആരും എന്നെ ഇതുവരെ പേര് പറഞ്ഞു വിളിച്ചിട്ടില്ല. സഖാവേ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഖാദർ സഖാവിന്റെ ആവേശത്തിൽ പ്രചോദനം കൊണ്ട് പാർട്ടിയിൽ ചേർന്നവരാ ഞങ്ങളൊക്കെ. ഒരല്പം കരുണ കാണിച്ചൂടെ? ഇവിടെ വ്യക്തിയല്ല, പ്രസ്ഥാനമാണ് മുഖ്യം. നിസാര തെറ്റല്ല താൻ ചെയ്തത്. പെണ്ണ് കേസിൽപ്പെട്ട പ്രതിയെ സംരക്ഷിക്കേണ്ട ചുമതലയൊന്നും പാർട്ടിക്കില്ല. സഖാവ് ഒരു കൊല ചെയ്തിട്ടോ ഞങ്ങൾ സംരക്ഷിക്കാം.
നിസ്സാര തെറ്റല്ല താൻ ചെയ്തത്. പെണ്ണുകേസിൽപ്പെട്ട പ്രതിയെ സംരക്ഷിക്കേണ്ട ചുമതലയൊന്നും പാർട്ടിക്കില്ല. സഖാവ് ഒരു കൊല ചെയ്തിട്ടോ ഞങ്ങൾ സംരക്ഷിക്കാം. പാർട്ടിയും തന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുക. സഖാവേ, ഖാദർ സഖാവിന്റെ വീട്ടിൽ നിന്ന് എത്ര പ്രാവശ്യം കോഴിയിറച്ചിയും ബിരിയാണിയും കഴിച്ചതാ. വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ ഖാദർ സഖാവിന്റെ വീട്ടിൽ തന്നെ വരണം. അതെന്നെ ജമീലാന്റെ കൈപ്പുണ്യ. ഓളുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. സഖാവേ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? കുട്ടികളൊക്കെ വളർന്നു വരികയല്ലേ. വേണമെങ്കിൽ നമുക്കൊരു ബക്കറ്റ് പിരിവ് നടത്തിക്കളയാം. എനിക്കങ്ങനെ വലിയ മോഹങ്ങളുണ്ട് സഖാവേ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആവണം. സഖാവ് കൃഷ്ണപിള്ളയെ, സഖാവ് കൃഷ്ണപിള്ളയെ. ആ സഖാവിനെ തിരിച്ചെടുത്തൂടെ? നമ്മുടെ നല്ലൊരു പ്രവർത്തകനല്ലേ? നമ്മളുടേതൊരു വിപ്ലവ പ്രസ്ഥാനമാണ്. ഇവിടെ പാപത്തിനും പുണ്യത്തിനും സ്ഥാനമില്ല. വിപ്ലവം ജയിക്കട്ടെ. വിശ്വസിച്ച പ്രത്യയശാസ്ത്രവും ജീവന തുല്യം സ്നേഹിച്ച പാർട്ടി പ്രവർത്തകരെ ഒറ്റപ്പെടുത്തിയപ്പോൾ ബാപ്പയ്ക്കത് സഹിക്കാനായിരുന്നു. പരസ്പരം സ്നേഹിച്ച രണ്ട് മനുഷ്യ ജീവികളെ ചേർത്ത് വെച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? പാർട്ടിയാണെന്റെ ജീവൻ, വിപ്ലവമാണെന്റെ ഉച്ഛ്വാസം. അതില്ലാതെ ഈ ഖാദറിനൊരു ജീവിതം വേണ്ട. ഇൻക്വിലാബ് സിന്ദാബാദ്, 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 ഇൻക്വിലാബ് സിന്ദാബാദ്. സഖാവ് വിഷം കഴിച്ചെന്ന് തോന്നുന്നു. കിടന്ന് പഠിക്കുന്നു. കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. കൂട്ടിക്ക് വാപ്പീസ്. മക്കളെ എത്തിയമാക്കി ഇനി മയ്യെങ്കിലും വെറുതെ വിടറാ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. അന്ന് അനാഥരായ ഞങ്ങളെ സംരക്ഷിക്കാൻ മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മാമയെ ധിക്കരിച്ച് എനിക്കൊന്നിനും കഴിയില്ല. ഇതെല്ലാം വെട്ടി നുറുക്കി നമ്മുടെ ജമാലിക്കന്റെ പീടികയെ കൊടുത്തിട്ട് സ്കൂളിൽ പോണോ കേട്ടാ? വെട്ടി നുറുക്ക്, വെട്ടി നുറുക്ക്. കഷ്ടിച്ചോ. നീ ആ ഇറച്ചിവിട്ടുകാരന്റെ മോനല്ലേ? അല്ല, എന്റെ വാപ്പ സഖാവ് അബ്ദുൽ ഖാദറാ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ വാപ്പ വന്നിട്ട് പാടുമായിരുന്നു. സംഗീതം പഠിക്കണോ? കാല് വേദനിക്കുന്നു. കരയല്ലേ? ഇക്കാന് പാട്ട് പഠിക്കാൻ പോണ്ടേ? കാലൊന്നും ഓണില്ല. കൈയും കാലും കഴുകി.
മാമ പറഞ്ഞതാ ശരി. പാട്ടും കൂത്തും ഒന്നും ചോറ് തരൂല. ഞാൻ പണിയെടുത്ത് ഉമ്മാനെ ബംഗ്ലായും പോറ്റണം. ഇക്ക മാമ പറഞ്ഞേനേം കേട്ടിട്ട് ഇക്ക മടങ്ങി വരണ്ടായിരുന്നു. നീ വിഷമിക്കണ്ട. മത്സരവും സമ്മാനവും ഒന്നുമില്ലെങ്കിൽ വിധിയുണ്ടെ ഞാനും ഒരു പാട്ടുകാരനാണ്. ഞങ്ങളും പെരുത്ത് ആഗ്രഹിച്ചിരുന്നു. ഇവിടെ ആർക്കും വേണ്ട എന്റെ സക്കാത്ത്. ഈ കൊണ്ട് എന്റെ കെട്ടിയാൾക്ക് കൊടുക്ക്. എന്താ പിടിക്കറ ഇത് ആരോടെ ഈ ഭാഷയും പൈരാവും കാണിക്കുന്നത്? വയറ് പശന്നാലേ അന്നവും വെള്ളവും തന്നെ വേണം വയറ് നിറയ്ക്കാനായിട്ട്. ഞമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഓ എന്ത് വേണേ ആയിക്കോട്ടെ. ഇജ്ജുവാടാ വലിയ പെരുന്നാളിന് ചന്തയിൽ ഒരു കട്ട ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിന്ന് വെട്ടാന്നുണ്ടെങ്കിൽ 10 ആടിനെയും മൂടിനെയൊക്കെ ഞാൻ നിനക്ക് ഇറക്കിത്തരാം. 10 കാശുണ്ടാക്കാൻ നോക്കടാ. അടുത്ത കൊല്ലമെങ്കിലും പെണ്ണിനെ കെട്ടിച്ചു വിടണ്ടേ? എന്നെ കെട്ടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ ഈ കാടിനെ മൂരിയൊന്നും വെട്ടണ്ട. ഓ എന്നാ പിന്നെ നിന്നെ ധർമ്മകല്യാണം കഴിച്ച് കൊണ്ടുപോകാനായിട്ട് ദുബായിന്ന് വരും ഷെയ്ഖ്. ഷെയ്ഖ് സുൽത്താനൊന്നും വരണ്ട. ഒരു പാവപ്പെട്ടാൻ വാക്ക് തന്നിട്ടുണ്ട് എന്നെ കെട്ടിക്കോളാം. ഈ എന്റെ കുട്ടികളെ ഇതുവരെ പോറ്റിയത് മതി. കൊല്ലാനൊന്നും പറയണ്ട. ഇങ്ങോട്ട് പോടാ. എന്റെ പെങ്ങള് പറഞ്ഞ കേട്ടല്ലോ. ഓളെ കെട്ടിച്ച് ഇവിടെ എന്നെ കൊണ്ട് പറ്റില്ല. നാണം കെട്ടവന്റെ ആസനിച്ച് ആലുകളെത്തോ അതും നീ എന്താ പറഞ്ഞു? എന്താ ഇക്ക? നീ ആളെ കണ്ടുപിടിച്ചെന്നാ പറ്റും. എന്റെ ഇക്ക അത് വിശ്വസിച്ചോ? ഞാൻ വെറുതെ പറഞ്ഞതാ മാമയെ തണുപ്പിക്കാൻ. എത്ര കാലായാലും ഇക്കാന്റെ പെങ്ങൾ അങ്ങനെ ഒരു തെറ്റും ചെയ്യൂല. ഷാജഹാനെ നീ തിരിച്ചു പോണം, പാടണം. മാസ്റ്റർ, അതിനു പറ്റിയ സാഹചര്യം അല്ല എന്റേത്. എന്റെ മാമ. സാഹചര്യമൊക്കെ എനിക്കറിയാം. അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കാം. പിന്നെ മാമന്റെ എതിർപ്പ് അത് വലിയ കാര്യമാക്കണ്ട. മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പ്രമാണം. ഉമ്മ നിന്റെ അടുത്തുണ്ട്. ഉമ്മ എന്ത് പറയണം? ഒരു വലിയൊരു പാട്ടുകാരനാകണം. അതാണ് എന്റെ ആഗ്രഹം. പിതാവ് ആ ആത്മാവ് നിന്റെ കൂടെ തന്നെ. ആ അനുഗ്രഹമാണ് നിന്നെ ഇതുവരെ എത്തിച്ചത്. അടുത്തത് ഗുരു. നിന്റെ വിജയം എന്റെ അഭിമാനമാണ്. അതായിരിക്കണം നീ എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ. ആ ദൈവം തന്നെയല്ലേ കുട്ടി ഞങ്ങളെ ഈ നിമിഷം എത്തിച്ചത്. ഞാൻ പറയുന്നു, നീ പാടണം, ജയിക്കണം. അനിത വാടി, നമുക്ക് പ്രാക്ടീസിന് പോവാം. ഞാനില്ല, നിങ്ങൾ പോയിക്കോ. പോയവൻ അങ്ങ് പോട്ടറി. ഇവിടെ വേറെ എത്ര സുന്ദരക്കുട്ടപ്പന്മാരുണ്ട് ബാക്കി. അത് തന്നെ സെലക്ട് ചെയ്യും. ഇവിടെ അത്യാവശ്യം കാണാൻ കൊള്ളാമെന്നുള്ള പൗരുഷവും പേഴ്സണാലിറ്റിയും ഉള്ള ഒരേ ഒരാണല്ലേ ഉള്ളൂ. അതാരാ? ഈ ഞാൻ തന്നെ, മിസ്റ്റർ സൽമാൻ ഖാൻ. വിളിക്കരുത്. അവൻ ശരിയില്ലെങ്കിൽ കുറച്ച് ഗെറ്റപ്പും സെറ്റപ്പും ഒക്കെ ഉള്ള ഈ ഞാനുണ്ടല്ലോ, ഒന്ന് നോക്കിയാലോ? ഭയങ്കര കോമഡി ആണല്ലോ. എന്നോട് കൂടെ ഒന്ന് പറ, ഞാനും കൂടെ ഒന്ന് കേട്ട് ചിരിച്ചോട്ടെ. ആ കോമഡി പറയാൻ ഞാൻ ഒരാളെ തപ്പി നടക്കായിരുന്നു. നീ വാട മോനെ ദിനേശ. അടിയമ്മ വാട. നമുക്ക് അങ്ങോട്ട് മാറി ഒന്ന് ആരും കാണാതെ കോമഡി പറഞ്ഞ
നമുക്കൊരു താജ്മഹൽ പണിയാം. ക്യാഷ് ഞാൻ മുടക്കാം. ബിക്കോസ് ഐ ആം റിച്ച് മാൻ. കണ്ട തെണ്ടികളുടെ കൂടെ പ്രേമിച്ച് കൂത്താടാനല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തടി കണ്ണുരുട്ടി പേടിപ്പിക്കുക? അമ്മേ, ഞാൻ പ്രായപൂർത്തിയായ പെണ്ണാ. എനിക്ക് എന്റേതായ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നീ എന്റെ മോളാ, നീ എന്നെ അനുസരിക്കണം. അമ്മയുടെ മോളാണെന്നത് ശരി, പക്ഷെ നമ്മൾ തമ്മിലൊരു വാശിയുണ്ടായ അമ്മ തോറ്റെന്ന് വരും. ഞാൻ തോൽപ്പിക്കും. അച്ഛനെ പോലെ ഞാൻ തോറ്റു തരില്ല. വേറെ ഒച്ചയിട്ട് ബി പി കൂട്ടണ്ട. അമ്മയ്ക്ക് അമ്മയുടെ ലക്ഷ്യം പോലെ എനിക്ക് എന്റെ ലക്ഷ്യം വലുതാ. നിന്നെ ഞാൻ വേണ്ട. എന്റെ ഇഷ്ടം അതെന്റേത് മാത്രമാ. അത് വേണ്ടെന്ന് പറയാൻ അമ്മയ്ക്ക് ഒരു അർഹതയില്ല. എന്നും എന്റെ ഇഷ്ടം മാത്രം നോക്കി ജീവിച്ചവളാ ഞാൻ. ആ എന്നെ തോൽപ്പിക്കാൻ നീ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ മെയിൽ. അങ്ങനെ മാറിയേക്ക്, ഞാൻ കാണിച്ചു തരാം. കമോൺ ബേബി. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവ്. താൻ അങ്ങനെ എന്റെ ഭാര്യ കെട്ടിപ്പിടിച്ച് കയ്യും മെയ്യും ഒന്നും പകുക്കണ്ട. അതും എന്റെ മുന്നിൽ വെച്ച്. അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. മഹിളാരത്നത്തിന് സമ്മാനം 20 ലക്ഷമാ. എന്റെ പെണ്ണുമ്പിള്ള ഒന്ന് തെളിയിട്ടോ. പഠിപ്പിച്ചോ? പക്ഷെ തൊട്ടും തലോടിച്ചൊന്നും പഠിപ്പിക്കണ്ട. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇത്തരം കോന്തം ഭർത്താവ് ഒപ്പം ഉള്ളപ്പോ എനിക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കൊണ്ടുപോടോ എന്റെ പെണ്ണുമ്പിള്ള. കൊണ്ടുപോകും. എന്റെ മാർഗത്തെ തടസ്സം നിന്നാലുണ്ടല്ലോ തന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. താൻ തന്റെ പണി നോക്കി ഒന്ന് പോടോ. തുടങ്ങാം. സമസ്ത അപരാധങ്ങൾ പൊറുക്കണം. ഞാൻ നിനക്കൊരു മാർഗ തടസ്സമേ അല്ല. നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ഇതാണ് നല്ലൊരു ഭർത്താവിന്റെ യഥാർത്ഥ ഗുണം, അനുസരണം. ഭാര്യയുടെ എല്ലാ ഇംഗിതങ്ങൾക്കും വഴങ്ങി ഓച്ചാനിച്ച് മിളച്ചനായി നിൽക്കുന്നവനാണ് ഉത്തമ പുരുഷൻ. ഭർത്താവ് ഏത് കോന്തനായാലും ഭാര്യയുടെ കൂടെ ഡ്യൂവറ്റ് ആടണം. അതാണ് ചാനൽ നിയമം. സുന്ദരേശ, ഇയാളെ കൊണ്ട് പഠിപ്പിക്കും. ശരിക്കൊന്ന് പഠിപ്പിച്ചു തരാം. മാസ്റ്റർ, എനിക്ക് ധൃതിയായി. എന്നെ എല്ലാം പഠിപ്പിച്ച് ഒരു മഹിളാരത്നമാക്കി മാറ്റു മാസ്റ്റർ. നമുക്ക് കേറ്റുകിളികളെ എന്ന കായകൾ മുഴുവൻ അവന്മാരുടെ തൊള്ളലോട്ട് ഞാൻ കേട്ടിട്ടുണ്ടോ? എന്റെ പ്രകാശേട്ടൻ സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. ചാറ്റിക്കിളി എന്തിനാണ് പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കേ. ആ 1 കോടിയും ഇല്ലെങ്കിൽ നമ്മുടെ ചെല്ലക്കിളിക്ക് തന്നെ. ചാറ്റിക്കിളി അങ്ങോട്ട് ചെന്നാണ്. ഇവരെന്തിനാ SMS പറഞ്ഞ് വിളിച്ചു പോകുന്നത്? ഇവർക്ക് മാർക്കറ്റ് അങ്ങ് ജയിപ്പിച്ചാ പോലെ. വിശ്വസിക്കാമോ? ആ വിശ്വാസം തന്നെ നമ്മളെ രക്ഷിക്കണം. പോയില്ലേ? തുടക്കം മുതൽ നല്ല ഇടപെട്ട് പ്രകടനമായിരുന്നു രാജേഷിന്റേത്. പാട്ടിലും പെർഫോമൻസിലും തിളങ്ങി. പക്ഷേ എന്തൊക്കെയോ ചില പാളിച്ചകൾ, പിന്നെ SMS-ഉം. എന്തായാലും നമുക്ക് രാജേഷിന്റെ റിസൾട്ട്സിലേക്ക് പോകാം. രാജേഷ്, you are in. Give him a big hand. ഹായ് സൽമാൻ ഖാൻ. ഹലോ ചേച്ചി. എന്തായാലും രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്രകടനം കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ ഈ പ്രോഗ്രാം മുഴുവൻ നിറഞ്ഞു നിന്നത് സൽമാൻ ഖാൻ ആയിരുന്നു. സൽമാൻ ഖാൻ ഫൈനലിലേക്ക് കടക്കുമെന്ന് നമുക്ക് നോക്കാം. സൽമാൻ ഖാന്റെ റിസൾട്ട്. ഓ സോറി സൽമാൻ ഖാൻ. സൽമാൻ ഖാൻ ഔട്ട് അല്ല, സൽമാൻ ഖാൻ ഇൻ. അനു, അനുമോൾക്ക് ഔട്ട് ആവണോ ഇൻ ആവണോ? ഞാൻ തന്നെ പറയാം. അനു ഈസ് ഇൻ. ഷാജഹാന്റെ റിസൾട്ടില്
ഷാജഹാന് തന്നെ ഒരു സംശയമില്ല. ബിക്കോസ് ഷാജഹാൻ ഇസ് ഇൻ. അനിത, രാധിക, ഇനി പെൺകുട്ടികളിൽ നിങ്ങളുടെ റിസൾട്ടാണ് നിർണായകം. പക്ഷേ ഇതിലൊരാൾക്ക് മാത്രമേ ഇന്നാകാൻ സാധിക്കൂ. രാധികയ്ക്കും അനിതയ്ക്കും സമാസമ മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്, 950 രൂപ. ഇനി SMS ആണ് വിജയെ തീരുമാനിക്കാനുള്ളത്. ആൻഡ് യുവർ SMS റിസൾട്ട്, രാധികയ്ക്ക് 2,72,238 SMS ആണ് കിട്ടിയിരിക്കുന്നത്. അനിതയ്ക്ക് 2,72,256 SMS ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അനിത ഈസ് ഇൻ. രാധിക, എന്താ ഇത്? മത്സരങ്ങളിൽ ജയവും തോൽവിയൊക്കെ സാധാരണ അല്ലേ? Come on, cool down. Cool down, Radhika. Better luck next time. Cool down. നമ്മുടെ മോൻ തോറ്റു. അല്ല, ഞാൻ തന്നെയാ തോറ്റത്. അന്ന് പ്രകാശേട്ടൻ പറഞ്ഞത് ഞാൻ അനുസരിക്കണമായിരുന്നു. പ്രകാശേട്ടൻ്റെ അധ്വാനം, മോന്റെ സ്വപ്നം എല്ലാം ഞാൻ നശിപ്പിച്ചു. എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം. എന്തായാലും വളരെ കഷ്ടമായി പോയി. രാധികയുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. നിങ്ങളോട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇത്തരം കോമ്പറ്റീഷൻസ് വെറും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ കാണാവൂ. ഐ മീൻ, തോൽവിയും ജയവും ഒരേ മനസ്സോടെ കാണണം. ഇവിടെ നിങ്ങളിൽ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും മാത്രമേ വിന്നേഴ്സ് ആവാൻ സാധിക്കൂ. തോൽവിയും വിജയവും ഉൾക്കൊള്ളാനുള്ളൊരു മനക്കരുത്, അത് നിങ്ങൾ നേടിയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യം ജന്മവാസനയും കണ്ടും കേട്ടും പഠിച്ചുള്ള അറിവും കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ ഞാൻ ഇതുവരെ ആരെയും കൊള്ളയടിച്ചിട്ടില്ല, ആരെയും വിന്നറാക്കാവുന്ന വാഗ്ദാനം കൊടുത്തിട്ടില്ല. എനിക്കങ്ങനെ എളുപ്പത്തിൽ കോടീശ്വരനും ആവണ്ട. നിങ്ങളെന്നല്ല ഇനി ആരും ഇത്തരം ഇടനിലക്കാരുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്റെ കുട്ടികളെ, അത്യാവശ്യം കലാവാസന വേണം, അറിയാനുള്ള ആഗ്രഹം വേണം, നേടാനുള്ള വാശിയും വേണം. അല്ലാതെ പണം കൊണ്ടൊന്നും ആർക്കും കലയിലൊന്നും നേടാൻ പറ്റിയിട്ടില്ല. എന്നെ കുറച്ച് വഹിച്ചു മാഷേ. എടോ കലാസ്നേഹി, കായ്കൾ എത്ര ഉണ്ടാക്കി? ഒരു പാവം പെണ്ണിന്റെ അമ്മ തൂങ്ങി മരിച്ചത് താൻ കാരണമല്ലേടോ? അവളൊക്കെ എന്ത് മുങ്ങിയാലെന്ത്? യവൻ പെണ്ടാട്ടി യവൻ കൂടെ പോനാലെന്ന് തൂങ്ങിയാലെന്ന് നമ്മക്ക് കിട്ടണം 10 കായ്കൾ. അവള് ആ മരിച്ച സ്ത്രീയുടെ താൻ എത്ര രൂപ വാങ്ങി? സത്യം പറയാമെങ്കിൽ അണ്ണന് തന്ന 35,000 രൂപയും പിന്നെ 1-2 ലക്ഷം രൂപ ചില്ലറകൾ ഞാൻ ഒതുക്കി ഒരു വയറമ്മച്ചാണ് സത്യം. സകല കലകളും പഠിപ്പിച്ച് ഓളെ വിന്നറാക്കി 1 കോടിയുടെ ഫ്ലാറ്റുകൾ വാങ്ങി തരാം. പട്ടാളത്തിന്റെ റേറ്റുകൾ 6 ലക്ഷങ്ങളാണ്. ഞാനത് പറഞ്ഞ് 3 ലക്ഷങ്ങളാക്കി തരാം. പഴയ കോടമ്പക്കം ബന്ധങ്ങളാണ്. ഈ കുട്ടികളെ എന്തിനു പറയണേ? ഇതാരും വിശ്വസിക്കില്ലേ? അമ്മച്ചിയാണ് ഈ ചേച്ചിയുടെ മോളുകൾക്ക് തന്നെ 1 കോടി തരില്ല. അത് ഈ കലാസ്നേഹി കൃഷ്ണൻകുട്ടിയാ പറയുന്നത്. സമാധാനം.
ഭാര്യമാര് 4-5 മക്കളുമാര് 10-15 ഇതിനെല്ലാം തടി അലകാതെ പോറ്റാമെന്ന് വെച്ചാൽ കാലമാണ് ഈ കോലത്തിലാക്കിയേ. ഓ